പക്ഷെ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ടേണിനെ മാത്രം ബാധിക്കുന്ന വിധത്തിൽ അത് നടപ്പിലാക്കിയാൽ വലിയ കുഴപ്പം വരും. 12% മുസ്ലിം റിസർവേഷൻ 10% കുറയും. സംവരണ സിസ്റ്റത്തിനെ തന്നെ അട്ടിമറിക്കപ്പെടാൻ ഇത് ഇടയാക്കും. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പൊതുവിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് ബാധിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുകയും വേണം. പക്ഷേ അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ സീരിയസ് ആയി ബാധിക്കാതെ വേണം അത് നടപ്പിലാക്കാൻ. ഭിന്നശേഷിക്കാർക്ക് അർഹമായ സംവരണം ഉറപ്പുവരുത്തുമ്പോൾ നിലവിലുള്ള സാമുദായിക സംവരണ തോതിൽ ഒരു കുറവും വരാതെ നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ 4% ഭിന്നശേഷി സംവരണം ഔട്ട് ഓഫ് ടേൺ ആയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടപ്പാക്കുന്നത്. നിലവിലുള്ള സാമുദായിക സംവരണത്തെ ഇത് ബാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരം ഭിന്നശേഷി സംവരണം ഇൻടേൺ ആയി നടപ്പാക്കേണ്ടതുണ്ട്. ഇതിന് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാലേ സാധിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്, നിയമ വകുപ്പ് എന്നീ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തിയ ശേഷം PSCയുടെ ഉപദേശം തേടിയിരിക്കുകയാണ്. PSC മുഖേനയുള്ള നിയമനങ്ങളിൽ മുസ്ലിം വിഭാഗത്തിനോ മറ്റേതെങ്കിലും സാമൂഹിക വിഭാഗത്തിനോ നിലവിലുള്ള സംവരണത്തിൽ ഒരു കുറവും വരാത്ത രീതിയിൽ മാത്രമേ ഭിന്നശേഷി സംവരണം നടപ്പാക്കൂ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഒരു സംവരണ വിഭാഗത്തിനും ആശങ്ക ഉണ്ടാകേണ്ടതില്ല. ഒരു വിഭാഗത്തിന് അർഹമായ സാമുദായിക സംവരണം കുറവ് വരുത്തുമെന്നുള്ള പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇപ്രകാരം ഇന്റേണായി ഭിന്നശേഷി സംവരണം നടപ്പാക്കുമ്പോൾ ചട്ട ഭേദഗതി പ്രാബല്യത്തിൽ വരും. ഈ വിഷയത്തിൽ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിന് പിന്നെ പ്രസക്തി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ വ്യക്തതയുണ്ടാക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണ്.